പത്തനംതിട്ടയിൽ സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയിൽ മനം തൊന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു. കൊടുമൺ സ്വദേശി ലീലാമ നീലാംബരൻ ആണ് മരിച്ചത്. ഭർത്താവും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇസാഫ് ബാങ്കിൽ നിന്ന് 70,000 രൂപയാണ് ഇവർ വായ്പ എടുത്തിരുന്നത് എന്നാണ് വിവരം. ഒരാഴ്ച മുമ്പ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഇവരെ ഭീഷണിപ്പെടുത്തിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നിട്ടൊന്നും അവർക്ക് ഒരു തീരുമാനമില്ല. അവർ പൈസ നേടാതെ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ കൂടെ പിറപ്പല്ലേ ഞാൻ കാര്യമില്ല. ഇസാബിന്റെ ചിട്ടിക്കാര് വന്ന് അവിടെ പ്രശ്നമായ പിള്ളേർ കൂട്ടിയതാ. 9 മണിക്ക് അവര് വന്നതാ. വന്നിട്ട് ഒരു 12:30 ആയപ്പോ പറഞ്ഞു പോയിട്ട് വീണ്ടും ഊണ് കഴിഞ്ഞ് 1 മണിയായപ്പോ വന്ന് 6 മണി വരെ അവരവിടെ ഉണ്ടായിരുന്നു. അയൽക്കാർക്കെല്ലാം അറിയാവുന്നതാ. ഞങ്ങളെ വിളിക്കുമായിരുന്നു വീട്ടിലോട്ട്. ഇവൾ ആദ്യക്കാട്ടുകുളങ്ങരയിലായിരുന്നു. ഈ സംഭവം കൊടുമണ്ണ അവളോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം. അപ്പൊ അവരോട് പറയുന്നുണ്ട് ഇവള്, എന്റെ കുടുംബം നിങ്ങൾ ഇല്ലാതാക്കരുത്, നിങ്ങളുടെ പൈസ ഇത്ര പൈസയേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ നാളെ വേണേ വന്ന് ക്ലോസ് ചെയ്തു തരാം, പക്ഷെ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടും, അവനൊരു വഴിക്ക് പോവുക, അവന് വിസായ്ക്ക് പൈസയും കൊടുത്തിട്ടേക്കുന്നു, അവനൊരു വഴിക്ക് പോവുക, അവനെ വിടെന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് മാറി. 6 മണിയായപ്പോ ഇവൻ തള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നെ നോക്കണ്ട, ഞങ്ങൾ 2 പേരെയും നോക്കണ്ട, നിങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിച്ചോ എന്ന് പറഞ്ഞു. വീട്ടിൽ അവിടുന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അവള് വീട്ടിൽ വന്ന് 3 മണിക്ക് വന്ന് ഇന്ന് വെളുപ്പിലെ അവള് മരിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? വീട്ടില് അച്ഛനും മോനും അമ്മയും ഉണ്ടായിരുന്നു. അവര് 3 പേരും കൂടെ ആത്മഹത്യ ചെയ്തത്. അവർ രണ്ടും മരിച്ചില്ല. അവര് രണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. എത്ര രൂപയാണ് കടമെടുത്തിട്ടുള്ളത്? 70,000 രൂപ എന്നും കണ്ട പറഞ്ഞത്. അത് 4ാമത്തെ അടവ് കഴിഞ്ഞ് ഇത് 5ാമത്തെ അടവ്. അങ്ങനെ എടുക്കുന്ന പൈസ ഒരു മാസത്തിൽ തിരിക്കുന്നതാണെങ്കിൽ ആ മാസം 1-ാം തീയതിക്ക് മുമ്പ് അടച്ചാൽ മതി. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ പറയുന്ന ഈ സംഭവം അറിഞ്ഞപ്പോൾ 3 ദിവസം കൊണ്ട് ഇവര് പ്രശ്നമാ. അവിടെ എന്താണ് സംഭവിച്ചത്? കണ്ടതെന്തായിരുന്നു? കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് തുടർച്ചയായ ഭീഷണിയാണ് ബ്ലേഡ് മാഫിയയുടെ. ഒരു 7-8 പേര് ബൈക്കിൽ വന്ന് ഇവരുടെ വീടിന് ചുറ്റും വീട് വളഞ്ഞു വെച്ചിട്ട് ഈ 2 സഹോദരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കണ്ടമാനം ഭീഷണിപ്പെടുത്തി. അമ്മയെ നന്നായിട്ട് തെറി വിളിച്ച് എന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് നാണമില്ലൂടെ പൈസ എടുത്തിട്ട് അടയ്ക്കാത്ത എന്ന് പറഞ്ഞു. 70,000 രൂപയും കണ്ട് എടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതിട്ടാണ് അവരിന്നലെ കുടുംബസമേതം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഞങ്ങൾ രാവിലെ ഈ വിവരം പറഞ്ഞ് അവിടെ എത്തുമ്പം ഒരു മുറിക്കകത്ത് 3 സാരി കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഇളയ മകൻ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പം ഈ ബാങ്കുകാരുടെ ഭീഷണി സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ രാത്രി എല്ലാവരും കൂടെ ഗുളിക കഴിച്ചു, മരിക്കാഞ്ഞിട്ടായിരിക്കാം രാവിലെ ഈ അമ്മ ലീല എന്ന് പറയുന്ന ആള് തൂങ്ങി മരിച്ചത്. ഭർത്താവ് നീലാംബരൻ തന്നെയാണ് അയൽവാസിയോട് ഫോണിൽ വിളിച്ച് ആദ്യമേ പറയുന്നത് ലീല മരിച്ചെന്ന്. അയൽവാസികളെല്ലാം എത്തി. അപ്പം എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ശരീരത്തിൽ നല്ല ചൂടുണ്ട്. മരിച്ചതാണെന്ന് ഉറപ്പില്ലായിരുന്നു. നേരെ നാട്ടുകാരെല്ലാം കൂടെ കൂടി പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ലീലയെ കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ശശിനാരായണൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണല്ലോ. എന്തായിരുന്നു ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്കും അതോടൊപ്പം ഒരാൾ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്കുമൊക്കെ നയിച്ച സംഭവം? അഭിലാഷ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കൂട്ട ആത്മഹത്യ ശ്രമം നടന്നതായി കണ്ടെത്തി. അയൽവാസികളാണ് കണ്ടെത്തുന്നത്. ആ കൂട്ട ആത്മഹത്യ ശ്രമത്തിനിടയിൽ ഭാര്യ കൂടി മരിച്ചിരിക്കുന്നു. ആ വീട്ടിലെ ഗൃഹനാഥ ലീലാമ കൂടി മരിച്ചിരിക്കുന്നു. എന്തായാലും കടബാധയാണ് കാരണം. 3 പേരാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത്. കൊടുമൺ സ്വദേശികളായ ലീലാമയും ഒപ്പം മകനും ഭർത്താവ് നീലാംബരനുമാണ് ഈ ആത്മഹത്യ ശ്രമിച്ചത്. എന്തായാലും ആ ആത്മഹത്യ ശ്രമത്തിനിടയിൽ ലീലാമ്മ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിലേക്ക് കിട്ടിയത്. ബാക്കി 2 പേരെയും ഗുളിക കഴിച്ച് അവശ നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക ബാധ്യതയാണ്, അതായത് കടബാധ്യതയാണ് ഈ ആത്മഹത്യ കാരണമെന്നാണ് ബന്ധുക്കളും അവിടെ തന്നെ നാട്ടുകാരും പറയുന്നത്. ഇസാബ് എന്ന് പറയുന്ന സ്വകാര്യ ബാങ്കിൽ നിന്ന് 70,000 രൂപ മൂത്ത മകനെ വിദേശത്ത് അയക്കുന്നതിന് വേണ്ടി ലീലാമ്മ എടുത്തിരുന്നു. ഈ പണം 5 തവണ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ കാരണത്താൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായി ഈ ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ ഇവരുടെ വീട്ടിലെത്തുകയും വീടിന് ചുറ്റും ബൈക്കിലെത്തി ഗുണ്ടകളെ പോലെ പെരുമാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ മക്കൾ പുറത്ത്, ഈ മൂത്ത മകൻ
ദീപുവും ഇളയ മകൻ ജീവനും പുറത്തു വരുന്ന സമയത്താണ് ഇവര് ഈ ബാങ്കിലെ ജീവനക്കാർ അവിടെ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം അടയ്ക്കണം എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇവരെ ആക്ഷേപിക്കുകയും ചെയ്തു. എന്തായാലും ആ സമയത്താണ് ലീലാമ്മ സ്ഥലത്തില്ലായിരുന്നു. തുടർന്ന് വിളിച്ചു പറഞ്ഞ് പണം അടയ്ക്കാം, ഉടൻ തന്നെ അടയ്ക്കാം, മക്കളെ അവിടെ നിന്ന് ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ ബാങ്കിലെ ജീവനക്കാർ കേട്ടില്ല എന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ കുട്ടികളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് രാത്രിയിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ ഇവരെ മരിച്ചതിലേക്കാണ്. ഇന്നലെ രാത്രി തന്നെ 3 പേര് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇന്നലത്തെ ഈ ബാങ്കിലെ ജീവനക്കാർ ഇവിടെ എത്തി ഈ കുട്ടികളുമായുള്ള തർക്കത്തിനിടെ മൂത്ത മോൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇളയ മകൻ മാത്രമാണ്, അതായത് ജീവൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ 3 പേരുടെ ഈ ആക്ഷേപത്തിന്റെ കാരണത്തെ തുടർന്ന് ആത്മഹത്യക്ക് തീരുമാനിക്കുന്നു. 3 പേരും വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നതിന് സാരിയിൽ പ്രത്യേക കുരുക്കൊക്കെ തയ്യാറാക്കി രാത്രി ഗുളിക കഴിച്ചാണ് 3 പേരും കിടന്നത്. നേരം വെളുത്ത് നീലാംബരനും ഒപ്പം മകനും ഒപ്പമാണ് ഭാര്യ മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടതായ ഉള്ള വിവരം പോലീസിനോട് പറഞ്ഞു. എന്തായാലും സാമ്പത്തിക ബാധ്യതയും ഇസാഫ് ബാങ്കിന്റെ ഭീഷണിയുമാണ് ഇവരുടെ ആത്മഹത്യ കാരണമെന്നാണ് നീലാംബരൻ അവശനിലയിലാണെങ്കിൽ പോലും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു കാര്യം കൂടി വ്യക്തമാക്കിയത്. അതിന് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നീലാംബരൻ ചികിത്സയിലുള്ള. മകനും അവിടെ തന്നെ, ഇളയ മകൻ ദീപനും അവിടെ തന്നെയാണ് ചികിത്സയുള്ള. മൂത്ത മകൻ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇവിടുന്ന് സ്ഥലം വിട്ട് ചെന്നൈ പോവുകയുണ്ടായി. എന്തായാലും അവിടെ ഉണ്ടെന്നാണ് അറിയുന്ന വിവരം. വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഈ കുടുംബത്തിന് ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നു. അപമാനക്ഷതമുണ്ടായി. അതിൽ നിന്നൊക്കെ അവർ ഈ രക്ഷ നേടുക എന്നുള്ള മാർഗത്തോടു കൂടിയാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ളതാണ് അവിടെ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ശശിനാരായണൻ, ഇവര് 70,000 രൂപയാണ് ഇപ്പോൾ ഇസാഫിൽ നിന്ന് എടുത്തത് എന്നുള്ളതാണല്ലോ. മാത്രവുമല്ല മൂത്ത മകന് വേണ്ടിയിട്ടാണ് ഈ പണം എടുത്തത് എന്നും പറയുന്നുണ്ട്. അതേസമയം ഈ കുടുംബത്തിലെ 3 പേർ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ഈ മകൻ അവിടെ ഇല്ല, മകൻ അവിടെ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത പോലീസിന് മുന്നിലുണ്ടോ? അല്ലെങ്കിൽ പോലീസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം പറയുന്നുണ്ടോ? അഭിലാഷ് അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഈ മൂത്ത മകന് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയാണ് ഇസാഫിന്റെ ബാങ്കിൽ നിന്ന് ഇവര് പണം എടുത്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ കാര്യത്തിന് വേണ്ടി ഈ മൂത്ത മകനും ഇളയ കുട്ടിയും കൂടെ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഇവര് പണം ആവശ്യപ്പെട്ട് ബാങ്കിലെ ജീവനക്കാർ അവിടെ ചെന്ന് ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിപ്പെടുത്തിയെ തുടർന്നാണ് സ്ഥലത്ത് ലീലാമ്മ ഉണ്ടായിരുന്നില്ല. ലീലാമ്മ ആദിക്കാട്ട് കുളങ്ങരയിലാണ് ഉണ്ടായിരുന്നത്. ലീലാമ്മ അമ്മയെ വിളിച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളിനി ഇവിടെ നിൽക്കുന്നില്ല, ജീവിക്കുന്നില്ല, അച്ഛനും അമ്മയും മാത്രം ജീവിച്ച് ഞാൻ സ്ഥലം വിട്ടു പോവുകയാണെന്ന് മൂത്തവൻ പറയുകയുണ്ടായി. തുടർന്ന് ലീലാമ്മ വരുമ്പോൾ തന്നെ ഈ വിഷയത്തിന് ശേഷം ഈ മൂത്ത മകൻ ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. അത് ഇപ്പോഴാണ് ചെന്നൈയിലുണ്ടെന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് ഇവര് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 3 പേരും ഗുളിക കഴിച്ചതിന് ശേഷം കിടക്കുന്നു. 3 കയർ വീട്ടിലെ സാരി തുടിയിൽ കുരുക്കിട്ടതിന് ശേഷമാണ് അവർ കിടന്നുറങ്ങുന്നത്. രാത്രിയിൽ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ്, ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എടുത്തത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ലീലാമ്മ മാത്രമാണ് ആത്മഹത്യ ചെയ്ത. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ തന്നെ ലീലാമ്മ മാത്രമാണ് ആത്മഹത്യ ചെയ്തതായി കണ്ടത്. ആവശ്യനിലയില്ല 2 പേരെ. പിന്നീട് നാട്ടുകാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്തായാലും അവരുടെ മൊഴി കുടുംബൻ പോലീസ് എടുത്തിട്ടുണ്ട്. ആ മൊഴിയിലാണ് ഈ കടബാധ്യതയാണ്, ഇസാഫ് ബാങ്കിന്റെ ഭീഷണിയാണ്, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പണം അടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിലെ ജീവനക്കാർ സ്ഥിരം ഈ വീട്ടിലെത്തുകയും വീടിന് ചുറ്റും വളഞ്ഞ് നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അയൽവാസികൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം അവർ വീട്ടിൽ ക്യാമ്പ് ചെയ്ത ഒരു സ്ഥിതി കൂടിയുണ്ട് ഈ ജീവനക്കാർ. അങ്ങനെ നിരന്തരം ഭീഷണിയെ തുടർന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ വീട്ടുകാരും അതുപോലെ പഞ്ചായത്ത് അംഗവും അവിടെ അയൽവാസികളും ഒക്കെ വ്യക്തമാക്കുന്നത്. അതിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ ലീലാമ്മ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. മകൻ ദീപനും ഒപ്പം അച്ഛൻ നീലാംബരനും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ അടൂരിൽ ഇവരെ ആദ്യം പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ഈ അച്ഛന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് ഈ കടബാധ്യതയെക്കുറിച്ച് പറയുന്നത്. ഈ ബാങ്കിന്റെ ഭീഷണി, സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ ശ്രമിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. തുടർന്നാണ് അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇരുവരെയും കൊണ്ടുപോയിട്ടുള്ളത്. അതിലിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ 2 പേരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് സാഹചര്യം എന്നതിൽ വ്യക്തതയുണ്ടോ? പക്ഷേ 2 പേരുടെ ആരോഗ്യനില നേരിയ പുരോഗതി ഉണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് കൂടുതൽ വ്യക്തമായ ഒരു വിവരം കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക വിവരം 2 പേരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, പുരോഗതിയുണ്ട്, നേരിയ പുരോഗതി ഉണ്ടെന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഈ കടബാധ്യത തന്നെയാണ് ഈ കുടുംബം ഒന്നടങ്കം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം അത്രത്തോളം മാനസികമായും
ഒരു മാനസിക പീഡനം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുടുംബം നേരിടുന്നുണ്ട്. ബാങ്കുകാരുടെ ഭീഷണി, ഈ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരുടെ ഭീഷണി, പണം തിരിച്ചടയ്ക്കാം, മൊത്തത്തിൽ അടയ്ക്കാം, മുഴുവൻ അടച്ചു കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ലീലാമ്മ വിളിച്ച് ഈ മക്കളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ബാങ്കിലെ ജീവനക്കാരെ വിളിച്ച് അറിയിച്ചതാണ്. പണം തിരിച്ച് ഉടൻ തന്നെ അടയ്ക്കാം, മുഴുവൻ തുകയും തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവരത് കേട്ടില്ല. മക്കളെ തെരഞ്ഞു നിർത്തി ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് മക്കളെ ആക്ഷേപിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഈ കുട്ടികൾ പറയുന്നത്, തങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, അച്ഛനെ മാത്രം ജീവിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് മൂത്ത മകനും ഒപ്പയിളയും കുട്ടിയും അമ്മയെ വിളിച്ചറിയിച്ചിരുന്നു. അതിനുശേഷം ലീലാമ്മ ആദിക്കാട്ടുകുളങ്ങനെ ഇന്നലെ 3 മണിക്ക് വീട്ടിലെത്തുന്നു. രാത്രിയിലാണ് 3 പേരുടെ മൂത്ത മകൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. തുടർന്നാണ് 3 പേരോട് ചേർന്ന് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടാണ് ലീലാമ്മ രാത്രിയിൽ ഗുളിക കഴിച്ചു. 3 പേരും ഗുളിക കഴിച്ചു. 3 കുരുക്ക് വിട്ടതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് ലീലാമ്മയെ പുലർച്ചയോടുകൂടി മരിച്ച നിലയിൽ കണ്ടതായി ഈ നീലാംബരൻ, ഭർത്താവ് നീലാംബരനും ഒപ്പം മകൻ ദീപനും പോലീസിനോട് മൊഴി നൽകുന്നത്. രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അയൽവാസികളും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളും നാട്ടുകാരും എല്ലാം ഈ കാരണമാണ് പ്രധാനമായും. അതാണ് സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയെ തുടർന്നാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തിയത് എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശശിനാരായണൻ സൂചിപ്പിക്കുന്ന പോലെ ബന്ധുക്കളും പ്രദേശവാസികളും വാർഡ് മെമ്പർമാരുമെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അതേസമയം 2 പേരുടെ നില ഇപ്പോഴും മോശമാണ്. അവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്.